നമസ്കാരം. ആശങ്കപ്പെടുത്താനല്ല, കരുതലും ജാഗ്രതയും എന്തു വേണമെന്ന് നിശ്ചയിക്കാൻ വേണ്ടി മാത്രമാണ്. അണപൊട്ടുമോ എന്നുള്ള ചോദ്യത്തിന് സാധാരണക്കാർ എന്ത് മറുപടി നൽകുന്നു? ഈ പ്രത്യേക സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് അത് മാത്രമാണ്. നമുക്ക് ജനങ്ങളിലേക്ക് എത്തും മുമ്പ്, നമ്മുടെ പ്രതിനിധികളിലേക്ക് എത്തും മുമ്പ് ഇപ്പോൾ അവിടെ ചപ്പാത്തിൽ സമരസമിതി മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് പോകാം. അവർക്ക് കാര്യങ്ങൾ അറിയാം. ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവർക്കും അറിയാം. വയനാട്ടിലെ സിസ്റ്റമൊക്കെ അവരെല്ലാം നേരിട്ട് പോയി കണ്ട സംഭവങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ട് എന്ന നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് അനുകൂലമായ തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമ്മുടെ വിശ്വാസം. അങ്ങനെ ആ അർത്ഥത്തിൽ കരുതണ്ട. ഞങ്ങൾ പറഞ്ഞത് അദ്ദേഹം ഇതിന്റെ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഒരാളെന്ന രീതിയിലാണ് ഇവിടെ സമരപന്തലിൽ വന്ന് നിരാകാരം കിടന്നത്. അദ്ദേഹം ക്യാബിനറ്റിലേക്ക് എത്തിയപ്പോൾ ഈ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയെന്നൊന്നുമല്ല ഞങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സുപ്രീം കോടതിയിലെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കണ്ടന്റ് അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞതിന് പോലെ തന്നെ ഒരു മറുപടി ആയിട്ടായിരിക്കാം ഇത് പറഞ്ഞതെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ കാലാവസ്ഥ വ്യതിയാനത്തിൽ സംഭവിക്കുന്ന കർണാടകയിൽ ഉണ്ടായിരിക്കുന്ന ഡാം തകർച്ച അത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. അത് സുർക്കി മിശ്രിതത്തിൽ നിർമ്മിച്ച ഡാം ആയതുകൊണ്ട് മുല്ലപ്പെരിയാർ കാലപ്പഴക്കം കൊണ്ട് ദുരന്തം വിളിച്ചു വരുത്താൻ സാധ്യതയുണ്ടെന്ന് മാധ്യമങ്ങളുടെ രാജാവായ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലിബിയയിൽ ഡാം തകർന്നപ്പോൾ സൌത്ത് ആഫ്രിക്കയിലെ ആ ഡാമിനൊപ്പം പോയത് 2 ഡാമും കൂടാണ്. അപ്പോൾ യുഎന്റെ പഠന കേന്ദ്രം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ട് അവരുടെ ഭൌമ കേന്ദ്രം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നിലനിൽക്കുന്ന 2000-ഓളം കാലപ്പഴക്കം ചെന്ന ഡാമുകളിൽ അത്യന്തം ഗൌരവമായി പരിശോധിക്കപ്പെടേണ്ടത് മുല്ലപ്പെരിയാറാണെന്ന് പറയുമ്പോൾ ഈ കലാമിറ്റികളെല്ലാം ബേസ് ചെയ്തുകൊണ്ട് ഇത് അവരുടെ ഓർമ്മയിലേക്ക് എത്തിക്കേണ്ട ഒരു ബാധ്യത സമരസമിതിക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ സമ്മർദ്ദ ശക്തിയായി ഈ വിഷയത്തിനെ ഫോളോ അപ്പ് ചെയ്ത് എത്തിക്കേണ്ട ഫോറങ്ങളിൽ എത്തിക്കുക എന്നുള്ള ബാധ്യത ഏറ്റെടുക്കുകയാണ്. അതെ, അത് ജനങ്ങളെ കൂട്ടി നിർത്തിക്കൊണ്ടുള്ള വലിയൊരു പ്രക്ഷോഭമോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ മറ്റുള്ള രീതിയിലുള്ളതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കോടതി പരാമർശത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പ്രശ്നം നിൽക്കുമ്പോൾ ഇപ്പോൾ കാലപ്പഴക്കം കൊണ്ട് പ്രശ്നത്തെ ഗുരുതരമായി ബാധിക്കുവാൻ പോകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ളതുകൊണ്ട് ജനങ്ങളുടെ അവരുടെ ആ അവസ്ഥ ഗവൺമെന്റിനെ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ആ ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. സ്വാഭാവികമായി സർക്കാരിന് ഒരു ബോധ്യം ആകേണ്ടതുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇനി എങ്ങനെയായിരിക്കും സർക്കാരിന് ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും? അല്ല, നമ്മൾ പോയി നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയും. അപ്പോൾ തന്നെ നമ്മുടെ ഇതിന്റെ അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ പോയി മുഖ്യമന്ത്രിയെയും ഗവർണറെയും പ്രതിപക്ഷ നേതാവിനെയൊക്കെ കണ്ട കാര്യങ്ങൾ കൂടുതൽ ബോധ്യപ്പെടുത്തുവാന്. ഇപ്പോൾ അവരാരും ഡാമിനെതിരല്ല. റോഷി അഗസ്റ്റിൻ പല പ്രാവശ്യം പറഞ്ഞു പുതിയ ഡാം ഉണ്ടാകും. അവരല്ലാതെ ഡാം വേണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. അവരെപ്പോഴും പറയുന്ന പുതിയ ഡാം ഉണ്ടാകണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു സമ്മർശത്തിൽ അവരെ പോയി പേഴ്സണായിട്ട് കാണുകയും കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഇതിപ്പം എല്ലാവർക്കും അറിയാം. ഈ മുഖ്യമന്ത്രിയൊക്കെ വയനാട്ടിൽ പോയി നേരിട്ട് കണ്ടത് നമുക്കറിയാം. നേരിട്ട് കാര്യങ്ങൾ കണ്ട ആൾക്കാരാ. എങ്കിലും നമ്മൾ ഇവിടുത്തെ ഈ ദുരിതം നേരിട്ട് അനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രതിനിധികൾ ചെന്ന് കഴിയുമ്പോൾ അതിന്റേതായ ഒരു നമ്മുടെ കടമയോ ഉത്തരവാദിത്വം. അതുകൊണ്ട് നമ്മുടെ കടമ നമ്മൾ പോയി ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കും. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് പോകുന്നു. പരിശോധന എപ്പോഴും നടക്കുന്നത് മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയും ഉപസമിതിയും കൃത്യമായി അവർ പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷേ ഇതിന്റെ മറ്റൊരു കാര്യങ്ങളും ഈ പറയുന്ന മാതിരി ഇതിന് പഴക്കമുണ്ടോ, തകർച്ചയുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നുള്ളതൊന്നും പുറത്തേക്ക് വരാത്ത രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളും ഒക്കെയാണ് പോകുന്നത്. ഈ കൊടുക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പരിശോധന സുതാര്യമാക്കണമെന്നൊരു ആവശ്യവും അത് നിങ്ങൾ മേൽഘടകത്തിൽ ഏതെങ്കിലും രീതിയിൽ ഉന്നയിക്കുന്നുണ്ടോ? അതുമായിട്ട് നിയമ പോരാട്ടം മുമ്പോട്ട് പോകും. പിന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നല്ലൊരു ആശയമാണ്. നമുക്കറിയാം. കാരണം പൊതുവെ റിപ്പോർട്ടുകളൊന്നും ഇവർ ചെയ്യുന്ന ഒരു തമിഴ്നാട് എപ്പോഴും സുപ്രീം കോടതി പറയുന്നൊരു പോയിന്റ്, നമുക്കെതിരായിട്ട് വരുന്നൊരു പോയിന്റ്. അവർ പറയുന്നു ഈ സമിതി കൃത്യമായിട്ട് എല്ലാ മാസവും അന്വേഷിക്കുന്നുണ്ട്, വ്യക്തമായ റിപ്പോർട്ട് സമർപ്പിച്ച് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക. അവര് കൃത്യമായിട്ട് കൊടുക്കുക. അതൊന്നും നടക്കുന്നില്ല. ഒന്നും നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആശയം ഞങ്ങൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളും, ഇതിന് പ്രതികരിക്കും. അതുപോലെ നമുക്കറിയാം നമ്മുടെ നേവി ഇവിടെ അന്വേഷിക്കാൻ വന്നതാ, അവർ സമ്മതിച്ചില്ല. നേവി അതെ പിന്നെ അറിയാൻ പറ്റുമോ? അതെ. അല്ല, ഇതൊക്കെ നമുക്ക് പറഞ്ഞേ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഒത്തിരി ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ
ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അവതരിപ്പിക്കുക. ശരിയാ, ഞാനൊക്കെ പ്രേമേന്ദ്രൻ ഒന്നിച്ച് പോയിട്ടുണ്ട്, മീഡിയാസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊക്കെ പി ജോസഫ് ഞങ്ങൾ ഒന്നിച്ച് എല്ലാ സ്ഥലത്തും. അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ പരമപ്രധാനമായി ഇപ്പോൾ ആവശ്യം മുല്ലപ്പെരിയാറിന്റെ ഇപ്പോഴത്തെ ഇപ്പോൾ കാലപ്പഴക്കത്തെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച ലോകമാധ്യമങ്ങളും ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന സൈക്ലോണിന്റെയും കലാമിറ്റികളുടെ അടിസ്ഥാനത്തിൽ തുംഗഭദ്ര ഡാം തകർന്നതിന്റെ അടിസ്ഥാനത്തിൽ തുംഗഭദ്ര പൂർണ്ണമായും സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് ഇതും അത്തരത്തിൽ സംഭവിക്കുമോ എന്നുള്ള ഒരു ആശങ്ക ജനങ്ങൾക്കുള്ളതുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസി ഈ ഡാമിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ പരിശോധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ട് പുറത്തുവിടട്ടെ, ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ. ഇപ്പോൾ ഗവൺമെന്റ് പ്രധാനമായും ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം അതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത്തരത്തിലുള്ള ഇടപെടലുകളാണ് സമരസമിതി മുന്നോട്ട് ഈ സമരവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ താങ്ക് യു. കാരണം എന്നും മാധ്യമപ്രവർത്തകർ ഞങ്ങൾക്ക് ശക്തമായ ഊറ്റം എന്നും നൽകിയിട്ടുണ്ട്. നന്ദിയുണ്ട്. അന്ന് ആ സമരം കൊടുക്കുമ്പോഴും നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ദയവായിട്ട് ഞങ്ങൾക്കെന്നും ശക്തി റൈറ്റ്. മുല്ലപ്പെരിയാർ ഡാം